അദ്ദേഹത്തിൻ്റെ അനുജൻ സഖാവ് ജി ഭുവനേശ്വരൻ ഒരു രക്തസാക്ഷിയാണ്. ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങനെയാ പറയുക, ആദ്യം പറയാം അല്ലേ? സഖാവ് ജി സുധാകരനെ സഖാവെന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ ഇപ്പോഴും പഴയ ബന്ധം വെച്ചുകൊണ്ട് ഞാൻ സഖാവ് എന്ന് പറയുകയാണ്. 3 പ്രാവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിളിച്ചിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ കൊച്ചനുജൻ സഖാവ് ജി ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയ കേസുകാരായ ഗുണ്ടകളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അത് കേസ് ഗുണ്ടകളല്ല, ഒരു നായർ ഗുണ്ടകൾ എന്ന നിലയിലാണ്. അപ്പോൾ ഈ രൂപത്തിൽ തരംതാണ ഒരു പരാമർശം നടത്തിയ, സമീപനം കാട്ടിയ ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ സമീപനം ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞത് എന്തോ ഒരു മഹാ അപരാധമായി ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. ചെറ്റത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചെറ്റ എന്ന് വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ചെറ്റ എന്ന് വിളിച്ചു എന്ന രൂപത്തിലാണ് ഇപ്പം വ്യാഖ്യാനം കൊടുക്കുന്നത്. ചെറ്റയും ചെറ്റത്തരവും രണ്ടും രണ്ടാണ്. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരൻ്റേത് ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്, ചെറ്റ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ കൃത്യമായി പറയുന്നത് ചെറ്റത്തരം, അല്പത്വം, ഹീനത. ഇംഗ്ലീഷിനാണെങ്കിൽ മീൻനെസ് എന്ന് പറയും. അപ്പോൾ അല്പത്വം നിറഞ്ഞ ഒരു സമീപനമായി പോയി ജി സുധാകരൻ്റേത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലയാളം നിഘണ്ടു അറിയില്ല, അർത്ഥമറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഷാ പണ്ഡിതനെ പോലെ മുഖ്യമന്ത്രിനെ പഠിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അതിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു, ഇതിനേക്കാളും അപ്പുറമുള്ള ഒരു ഭാഷ ഇല്ലാത്തത് കൊണ്ടാണ്, നിഘണ്ടുവിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത് എന്ന്. അപ്പോൾ തികഞ്ഞ വഞ്ചന നിറഞ്ഞ ഒരു സമീപനം ജി സുധാകരൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നാണ്. മാത്രമല്ല ജി സുധാകരൻ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്. എന്നാൽ കെ സുധാകരനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉത്തമനായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഉത്തമനായത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുള്ള ഘട്ടത്തിൽ സ്പീക്കറെ എങ്ങനെയായിരുന്നു അഭിസംബോധന ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ സ്പീക്കർ ഇടപെട്ട സമയത്ത് അധികം വർത്തമാനം പറയാതെ പിടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറക്കും എന്ന രൂപത്തിലടക്കം പറഞ്ഞ ആളാണ് ഈ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് മാപ്പ് പറയണമെന്നുള്ളത്. ഈ സുധാകരനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ഇട്ട തൊപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? കേപ്പ് കണ്ടിട്ടില്ലേ? കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഷാള്, ത്രിവർണ്ണ പതാകയുള്ള ഷാളും. അപ്പോൾ ഈ രൂപത്തിൽ അദ്ദേഹം അധപ്പതിച്ചു പോയതിനുള്ള വിഷമത കൊണ്ട് പറയുന്ന വാക്കുകൾ അധികപ്പറ്റാവില്ല ആര് പറഞ്ഞാലും. ഇതിൽ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം കൂടി രൂപപ്പെടുത്തി വളർത്തിയെടുത്തതാണല്ലോ ഞങ്ങളോടൊപ്പം തന്നെ SFI. ആ SFIയുടെ ഒരു പ്രത്യേക വളർച്ചയിലാണ്
അദ്ദേഹത്തിൻ്റെ അനുജനെ 1977 ഡിസംബർ 7-ാം തീയതി പന്തളം NSS കോളേജിൽ വെച്ച് KSUക്കാർ കൊലപ്പെടുത്തുന്നത്. ഇതാണ് ഈ ജി ഭുവനേശ്വരൻ. ഈ ഫോട്ടോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ളവരെ വീട്ടിലിപ്പോൾ സൂക്ഷിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതാണ് ഞാനിത് എൻ്റെ വീട്ടിൽ സഖാവ് അഷ്റഫിൻ്റെ രക്തസാക്ഷി അഷ്റഫിൻ്റെ കൂടെ തന്നെ വെച്ചതാണ്. ബ്രണ്ണൻ കോളേജിലെ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്ന സഖാവ് അഷ്റഫിൻ്റെ രക്തസാക്ഷിത്വം ഓർക്കുന്നത് പോലെ തന്നെ ഞാൻ ഓർക്കുന്ന ഒരു പേരാണ് ജി ഭുവനേശ്വരൻ. 34ഓളം വരുന്ന SFIയുടെ സഖാക്കളാണ് കലാലയ അന്തരീക്ഷത്തിൽ KSUക്കാരാൽ RSSകാരാൽ ഗുണ്ടകളാൽ കൊല ചെയ്യപ്പെട്ടത്. ആ ജി ഭുവനേശ്വരൻ്റെ ഒരു രംഗം ഇന്നും ഞാൻ ഓർക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി സുധാകരൻ പറഞ്ഞ കാര്യവും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ തലവെട്ടി കീറി നിലത്ത് വീണ തലച്ചോറുകൾ കണ്ട് ജി സുധാകരൻ അന്ന് പറഞ്ഞത് ഏതാണ്ട് തെങ്ങിൻ്റെ പൂങ്കുല അടിച്ചു തെറിപ്പിക്കുന്നത് പോലെയാണ് KSU ഗുണ്ടകൾ എൻ്റെ അനുജൻ്റെ തലച്ചോറ് തച്ചു പൊട്ടിച്ചതെന്നാണ്. ആ സുധാകരന് എങ്ങനെ ഈ കോൺഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു? പുന്നപ്ര വയലാറിൻ്റെ മണ്ണിൽ എങ്ങനെ ജി സുധാകരന് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി വോട്ട് പിടിക്കാൻ LDFനെതിരായി മത്സരിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയുന്നു? ഇത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതാണ്. സാധാരണ നിലയിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ഈ ആർക്കും സംഭവിക്കാം, സുധാകരന് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് ഒരു നേരമെങ്കിലും സ്വന്തം അനുജനെ ഓർത്തു പോയാൽ അദ്ദേഹം ഉറക്കത്താണെങ്കിൽ ഉറക്കത്ത് ഞെട്ടും, ഒരു സംശയവും വേണ്ട.